കൊലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, അങ്ങനെ ആ കൊലയാളിയുടെ അയാൾ ചെയ്ത കുറ്റം തെളിയിച്ചു എങ്കിൽ ആ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ 10 പേരുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ 10 പേരിൽ ഒരാൾ ഈ പ്രതിക്ക് മാപ്പ് കൊടുത്താൽ ആ പ്രതി കൊല്ലപ്പെടുകയില്ല. എത്രമാത്രം മാനവികമാണ്! ആ ബാക്കിയുള്ള 9 പേർക്കും ബ്ലഡ് മണിയാണ് ലഭിക്കുക. ഒരാൾ മാത്രം മാപ്പ് കൊടുത്താൽ മതി. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ കൊല്ലപ്പെട്ട വ്യക്തിയുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക കോടതി കാത്തു നിൽക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരാൾ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിൽ അയാളെ മക്കളാവട്ടെ, ആ മക്കളിൽ 10 പേരുണ്ട് അല്ലെങ്കിൽ 5 പേര് മക്കളുണ്ട്, അതിൽ 3 പേർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, 2 പേര് ചെറിയ മക്കൾ, 1 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചാലും അത് നടപ്പിലാക്കില്ല. ഈ 2 കുട്ടികൾക്ക് കൂടി പ്രായപൂർത്തിയാകാൻ എത്ര വർഷം എടുക്കുമോ അത്രയും വർഷം ഈ പ്രതിക്ക് വേണ്ടി കാത്തിരിക്കും. സുബ്ഹാനല്ലാഹ്! എന്തിനാണത്? അവരുടെ അവകാശങ്ങൾക്ക്, അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇയാൾക്ക് ഇത്രയും നീട്ടിക്കൊടുത്താൽ ഒരുപക്ഷെ ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പ്രായപൂർത്തിയും പക്വതയായി ഈ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാപ്പ് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ ആ പ്രതിക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. അതുകൊണ്ട് ഇസ്ലാമിക കോടതി അങ്ങനെ പെട്ടെന്ന് കൊല്ലുന്നില്ല. ഇന്നിപ്പോൾ പല വിമർശനങ്ങളാണ്. 18 കൊല്ലം അബ്ദുറഹീമിൻ്റെത് പോയില്ലേ, 18 കൊല്ലം അയാൾ കാത്തിരുന്നില്ലേ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് ഗുണമാണ്. ഏത് പ്രതിക്കും അങ്ങനെയാണ്. അതിന് വിശദമായി കേസിൽ ഇടപെട്ടവർ തന്നെ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 18 വർഷത്തോളം കാത്തിരുന്നു. എങ്കിലും ഈ മരിച്ചുപോയ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് മാറ്റം വരികയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്, അതുപോലെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ടായിരുന്നു. അവർ പ്രായപൂർത്തിയായതിൻ്റെ ശേഷം കേസ് വിധിക്കാമെന്ന് കരുതിയും കൊണ്ട്, അപ്പോൾ അത്രയും നല്ല ദയാലുവാണ്. പ്രത്യേകിച്ച് അവിടുത്തെ പണ്ഡിതന്മാരെല്ലാം ഒരു കറാത്ത് പോലും ചെയ്യുന്ന വിഷയത്തിൽ അവർ അങ്ങേയറ്റം അള്ളാനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരാണ്. അപ്പോൾ ഇതിലാണ് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ പരത്തുകയാണ്. ചില സഹോദരങ്ങളെ, വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായ നിലക്കാണ് കാര്യങ്ങൾ ഒരു ഇസ്ലാമിക കോടതി അത് നിരീക്ഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിധി നടത്തുന്നതും. നമുക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത്. അപ്പോൾ ഇസ്ലാമിന്റെ ഈ നിലക്കുള്ള വധശിക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, നീതിയുക്തമാണ്, മാനവികമാണ്. ഒരു നിലക്കും അതിനെ വിമർശിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിനും സമാധാനത്തിനും അനിവാര്യമായ നിയമങ്ങളാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഒരു സംഘം ആളുകൾ കൂടിയിട്ടാണ് ഒരാളെ കൊന്നതെങ്കിലോ ആ കൊന്നതിന്റെ പേരിൽ മുഴുവൻ പ്രതികൾക്കെതിരിലും ശിക്ഷാ നടപടിയും പ്രതികാര നടപടിയും ചെയ്യുമെന്നതാണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള നിയമം. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് കൊലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മേഖലയിലും ഇസ്ലാം അനീതി കാണിച്ചിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക.